കുറയുമ്പോൾ ഉള്ളവർക്ക് ഗംഭീരമായിരിക്കും. അതാണ് ചേച്ചിയുടെ അനന്തം. ചേച്ചിയുടെ കയ്യിലേക്കാണ് ഒരു കഥാപാത്രം കൊടുത്താൽ അതെപ്പോഴും ഭദ്രമാണെന്ന് അറിയാം. 4 പേരുള്ള ഒരു സംഭവത്തിനകത്ത് ചേച്ചിയുടെ കഥാപാത്രം 4 ഘട്ടമായിട്ട് ഈ അക്ഷരങ്ങൾ കൊണ്ട് കുറച്ച് അമ്മാനവാടിയ സാധനമൊക്കെ ഇപ്പം ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ട് കഴിഞ്ഞിടയ്ക്ക്. അതിപ്പോ നമ്മൾ ചെയ്തിട്ടുള്ള സാധനങ്ങൾ അതിങ്ങനെ ഇടക്കിടക്ക് ചെയ്യുന്നത് നമ്മളറിയുന്നില്ല. എവിടെയൊക്കെയോ കയറിക്കൊള്ളുന്നു. ശരിക്കും പണ്ട് ഒരു കുറച്ചും കൂടി മുന്നേ കാലത്ത് ഈ സോഷ്യൽ മീഡിയ ഇത്രയും ആക്റ്റീവ് ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ സാധ്യതകൾ പിടിച്ചാൽ കിട്ടാത്ത ലെവലിലേക്ക് എത്തി. അത് കറക്റ്റാണ്. കാര്യം നല്ല സംഭവങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു പോയി. അന്നൊന്നും സോഷ്യൽ മീഡിയ ഇത്രയും പവർഫുൾ അല്ല. അന്ന് ഇത്രയും മൊബൈലോ യൂട്യൂബോ തരംഗങ്ങളോ ഇല്ല. അന്നായിരുന്നെങ്കിൽ നമ്മൾ മറന്നുപോയതും നമ്മൾ ചെയ്തതുമായ കുറേ കാര്യങ്ങൾ കൊണ്ട് കുറേ അധികം ആളുകളുടെ ഇടയിലേക്ക് നമ്മൾ ഇനിയും കൂടുതൽ കടന്നുപോയി. ഒരു കാലഘട്ടത്തിനനുസരിച്ച് മാറുന്നുണ്ട്. ശരിക്ക് അന്നത്തെ പ്രകടനങ്ങൾ പലതും നിങ്ങൾ ഇപ്പം സ്ക്രീനിൽ വരാതെ പോയിട്ടുണ്ട്. അതായത് സ്റ്റേജ് പെർഫോമൻസ് പലതും മതിയായിരുന്നു. അന്ന് സ്റ്റേജിലിരിക്കുന്ന കലാകാരന്മാരുടെ പ്രകടനം കാണാൻ ഇന്ന് അമ്പലപ്പറമ്പുകളിൽ ഉള്ളതിനേക്കാൾ 10,000 മടങ്ങ് ഓഡിയൻസ് ആണ് അവിടെ. ഇന്ന് അത്ര ആൾക്കാർ ഇവിടെ ഇല്ല. അതാണ് തമ്മിൽ വ്യത്യാസം. അവരുടെ കൈകളിലേക്ക് യന്ത്രം ഒതുക്കിയാണ്. അതെ അതെ. പക്ഷെ ഇപ്പൊ ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എപ്പോഴും എപ്പോ വേണമെങ്കിലും എടുത്ത് കാണാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വന്നു. ഇന്നിപ്പോ നമ്മൾ ജീവിച്ചിരുന്നുള്ള തെളിവുണ്ട്. അതെ സ്ക്രീനുണ്ട്. അന്ന് അതില്ല. എത്ര വലിയ കലാകാരനാണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ മറന്നു പോകാൻ ചെറിയൊരു ഫോട്ടോ അത് കുറെ കാലം കഴിയുമ്പോൾ മറന്നു പോകും. അതെ അതെ. എന്തായാലും പുതിയ കാലത്തിലും അതിനോടൊപ്പം നിൽക്കാൻ സാധ്യത കഴിയുന്നുണ്ടെന്നുള്ളതാണ് നമ്മൾ പണിയെടുത്താൽ നിൽക്കാം. പണിയെടുത്താൽ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ ഓടിക്കൊണ്ടിരിക്കാം. ഓക്കെ. എന്തായാലും